ഹായ്. നല്ല പുതിയ ഡ്രസ്സ് ആവശ്യമുണ്ടോ ഇന്നത്തെ കാലത്ത്? സോഷ്യൽ മീഡിയ തുറന്നാൽ എന്തൊക്കെയാണ് അല്ലേ? ബ്രാൻഡഡ് ഡ്രസ്സ്, ലക്ഷറി ഫാഷൻ, എക്സ്പെൻസീവ് ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. എക്സ്പെൻസീവ് ഡ്രസ്സാണോ കോൺഫിഡൻസിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്? ഹാപ്പിനെസ്സും ബ്യൂട്ടിയും ഒക്കെ പ്രൈസ് ടാഗിലാണോ? ഇന്നത്തെ ടോപ്പിക് അതാണ്. ആദ്യം നമുക്ക് സൊസൈറ്റിയിലെ ബ്രാൻഡ് പ്രഷറിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയിൽ പലപ്പോഴും ഡ്രസ്സ് നോക്കിയിട്ടാണ് ആളുകളെ ജഡ്ജ് ചെയ്യാറുള്ളത്. മിക്കവാറും അങ്ങനെ തന്നെയാണ്. ഏത് ബ്രാൻഡാണ്, എത്ര പ്രൈസാണ്, ലേറ്റസ്റ്റ് ഫാഷനാണോ? എസ്പെഷ്യലി സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ലുക്ക് റിച്ച് കൾച്ചറാണ് കൂടുതൽ. നിങ്ങൾ അതിനോട് യോജിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രധാന കാര്യമാണ് കേട്ടോ. അതെന്താ വെച്ചാൽ ചോദ്യമാണ്, ഡ്രസ്സിൻ്റെ വില കൂടുന്നതനുസരിച്ച് മനുഷ്യൻ്റെ വാല്യൂ കൂടുന്നുണ്ടോ? ഇല്ല. ഇനി എക്സ്പെൻസീവ് ഡ്രസ്സ് റിയാലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, എക്സ്പെൻസീവ് ഡ്രസ്സ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും, നല്ല ഡ്യൂറബിലിറ്റി ഉള്ളതായിരിക്കും, നല്ല കംഫർട്ട് നമുക്ക് തരുന്നതായിരിക്കും, അല്ലേ? ഒക്കെ ശരിയാണ്. എന്ന് വെച്ച് സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ടേസ്റ്റ് മോശമായ കാര്യവുമല്ല. നമ്മളുടെ പ്രസൻറ്റേഷനിലാണ് നമ്മൾ സ്റ്റൈൽ, ശരിയല്ലേ? പക്ഷെ നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ കോസ്റ്റ്ലി ആണെന്ന് തോന്നിപ്പിക്കാനും നമുക്കൊരു കഴിവ് വേണം. അതാണ്. ഇനി റിയൽ ബ്യൂട്ടി എന്ന് പറയുന്നത് കോൺഫിഡൻസിലാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ചില സിമ്പിൾ ഡ്രസ്സ് ഇട്ടാൽ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? അത് അവരുടെ കോൺഫിഡൻസ് ആണ്, ആറ്റിറ്റ്യൂഡാണ്, സ്മൈലാണ്, ഗ്രൂമിംഗ് ആണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതേസമയം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് നമ്മൾ അൺപ്ലസൻ്റ് ആണെങ്കിലോ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെ ഡ്രസ്സ് ക്യാരി ചെയ്യരുത്, നമ്മളാണ് ഡ്രസ്സിനെ ക്യാരി ചെയ്യരുത്. അടുത്തത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ്. അതായത് പീപ്പിൾ സ്പെൻഡ് മണി ബിയോണ്ട് ദെയർ ബഡ്ജറ്റ്. എന്തിനു വേണ്ടിയാണ്? ജസ്റ്റ് ഓൺലൈൻ ഫാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി. ഇതിനായിട്ട് EMI എടുക്കുന്നവരുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിനെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. ഒരു ടെമ്പററി ഇംപ്രസിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതേസമയം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നല്ലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് റിയൽ സ്മാർട്ട്നെസ്, ശരിയല്ലേ? ഇനി സിമ്പിൾ ഡ്രസ്സിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എലഗൻറ്റ്. നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രസ്സിങ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവാണ്, അല്ലേ? ഒരു സിമ്പിൾ സാരി ഉടുക്കുമ്പോഴോ, ഒരു സിമ്പിൾ കുർത്തി ഇടുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഷർട്ട് ധരിക്കുമ്പോഴോ, നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള ആ ഡ്രസ്സിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ അതാണ് ക്ലാസിക്കായിട്ടുള്ളൊരു നാച്ചുറൽ ലുക്ക് നമുക്ക് തരുന്നത്. ലോകത്തിലെ പല സക്സസ്ഫുൾ പേഴ്സണാലിറ്റികളും വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ്ങാണ് ഫോളോ ചെയ്യുന്നത്. എന്താണ് കാരണം എന്നറിയോ? അവർക്കറിയാം പേഴ്സണാലിറ്റി ഈസ് ബിഗർ ദാൻ ക്ലോത്തിങ് ബ്രാൻഡ്സ് എന്നുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ മാധുരി ദീക്ഷിത്, അതുപോലെയുള്ള ബോളിവുഡ് ആക്ടേഴ്സ് എല്ലാം, ജാൻവി കപൂർ എല്ലാം ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കോസ്റ്റ് കാണിച്ചിരിക്കുന്നത് 600, 800 അല്ലേ? അത്രയും ക്രോഡ്സ് ഉള്ളവരാണ് ഇത്രയും ഈ ഒരു വിലയുള്ള ഡ്രസ്സുകളെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സിൻ്റെ കോസ്റ്റിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതായത് എക്സ്പെൻസീവ് ഡ്രസ്സിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ ലുക്കിലാണ് കാര്യം, അല്ലേ? ഞാൻ അധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. പക്ഷെ ഇട്ടിരിക്കണം കണ്ടാൽ എല്ലാവരും പറയാറുണ്ട് അടിപൊളിയാണ്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ ലുക്കിനെ ഒന്നും കൂടെ എലഗൻ്റ് ആക്കുന്ന ഡ്രസ്സസാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിൽ കോസ്റ്റ് മാറ്റർ ആണോ എന്ന് ചോദിച്ചാൽ മാറ്റർ അല്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് അതിന് നമ്മൾ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അതിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? കമൻറ്റ് സെക്ഷനിൽ വരിക, കമൻറ്റ് ചെയ്യുക. Okay, see you on next video. Till then, take care. Bye bye.